ഡേ 17ലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിശീലനം തന്നെയാണ് ചെയ്യുന്നത്. പവനമുക്താസന വിൻഡ് റിലീവിംഗ് പോസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മലന്ന് കിടക്കുന്ന സ്ഥിതിയിലോട്ട് വരിക. അർദ്ധ പവനമുക്താസന വെച്ച് ആരംഭിക്കാം. ശ്വാസം എടുത്ത് വലത് കാല് മുട്ടുമടക്കാതെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കാല് മുട്ടുമടക്കുക. രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക. നമ്മുടെ തൈസും വയറും മാക്സിമം ചേർന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് സാവധാനം തല ഉയർത്തുക. സാധാരണ ശ്വസനം നോർമൽ ബ്രീത്തിങ്ങിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ശേഷം പതിയെ തല താഴ്ത്തി കൈ റിലീസ് ചെയ്തു. ശ്വാസം എടുത്ത് കാലുയർത്തി ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്താം. ഇടതുവശം ഇത് തന്നെ. ഇൻഹേൽ ഇടത് കാലുയർത്തി, എക്സേൽ മുട്ടുമടക്കി രണ്ട് കൈകൾ കൊണ്ട് കാൽമുട്ടിന് മീതെ കൂടി ചേർത്ത് പിടിക്കുക. ശരീരത്തിനോട് ചേർത്ത് പിടിക്കാം. ശ്വാസം എടുത്ത് വിട്ട് തല ഉയർത്താം. സാധാരണ ശ്വസനമാണ്. 1 2 3 4 5 മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം തല താഴ്ത്തി കൈ റിലീസ് ചെയ്തു. ഇൻഹേൽ കാലുയർത്തി എക്സേൽ ചെയ്തുകൊണ്ട് താഴ്ത്താം. ഇപ്പോൾ നമ്മൾ ചെയ്തത് അർദ്ധപവനമുക്താസനയാണ്. ഇനി രണ്ട് കാലുകൾ ഒരുമിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ശ്വാസം എടുത്ത് രണ്ട് കാലുകൾ ഒരുമിച്ച് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കഴുത്ത് വേദന ഇല്ലാത്തവര് സാവധാനം തല ഉയർത്താം. സാധാരണ ശ്വസനത്തിൽ നോർമൽ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക. കുറച്ചു നേരം മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം പതിയെ തല താഴ്ത്തി കൈ റിലീസ് ചെയ്തു. സാധിക്കുന്നവർ ഇൻഹേൽ ചെയ്തുകൊണ്ട് കാലുയർത്തി എക്സേൽ ചെയ്തുകൊണ്ട് കാല് താഴ്ത്താം. ഇനി ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ രണ്ട് കാലുകൾ ഒരുമിച്ച് ഉയർത്താതിരിക്കുക. അവർ സിംപ്ലി കാല് മുട്ടുമടക്കി കൈ കൊണ്ട് ഈ രീതിയിൽ ചേർത്ത് പിടിച്ച് ആ പരിശീലനം ചെയ്യാം. കഴുത്ത് വേദന ഉള്ളവര് തല ഉയർത്താതെ കാലിന്റെ പ്രാക്ടീസ് മാത്രം ചെയ്യുക. അതേപോലെ തിരിച്ചു വിടുമ്പോഴും നടുവേദന ഉള്ളവര് കാല് പതിയെ താഴെ വെച്ചതിന് ശേഷം കാല് മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യാവുന്നതാണ് ശവാസനയില്. ഇന്നിവിടെ പരിചയപ്പെട്ടത് പവനമുക്താസന. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പവനം മുക്തമാക്കുന്ന ഒരു ആസനയാണ്. പവനം എന്ന് പറഞ്ഞാൽ കാറ്റ് അല്ലെങ്കിൽ വായു എന്നെല്ലാം പറയും. അപ്പൊ നമ്മളുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള വായുവിനെ മുക്തമാക്കാൻ സഹായിക്കുന്ന ഒരു പരിശീലനമാണ് പവനമുക്താസന. ഗ്യാസിന്റെ ഇഷ്യൂസ് ഉള്ളവര്, അതുപോലെ തന്നെ അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ, വയറു സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവര് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആസനയാണ് പവനമുക്താസന. ഞാൻ പറഞ്ഞതുപോലെ കഴുത്ത് വേദനയുള്ളവര് തല ഉയർത്താതെ ചെയ്യുക. നടുവേദന ഉണ്ടെങ്കിൽ രണ്ട് കാലുകൾ ഒരുമിച്ച് ഉയർത്തണ്ട. അല്ലാത്ത രീതിയിൽ പറഞ്ഞതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നമസ്തേ.